നടിയെ ആക്രമിച്ച കേസിൽ വിധിയൊക്കെ വന്ന ഇത്രയും ദിവസങ്ങളായിട്ടും അതിൻ്റെ ആ കനൽ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. കാരണം സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റുകളാണല്ലോ ആ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. അമ്മയെ തല്ലിയാലും രണ്ട് വിഭാഗക്കാരുണ്ടാവുന്നതാണല്ലോ എന്ന് പറഞ്ഞാലേ എല്ലാ സംഭവങ്ങളിലും ഉള്ള പോലെ തന്നെ ഈ സംഭവത്തിലും രണ്ട് തരം അഭിപ്രായക്കാരുണ്ട്. നടന് നീതി കിട്ടിയതാണോ അതോ ഇര എന്ന് പറയുന്ന ആൾക്ക് നീതി കിട്ടാത്തതാണോ? ആകെ മൊത്തം ടോട്ടൽ കൺഫ്യൂഷനാണ്. ഇന്ത്യയിൽ ഇത്രയും ഈ 8-9 വർഷം നീണ്ടുപോയ ഒരു കേസ് എന്ന് പറയുന്നത് ഇതാണ്. കാരണം തെളിവുകളില്ല പല കാര്യങ്ങളും. ഈ ആക്രമിക്കുമ്പോൾ പ്രതി ക്യാമറയിൽ പകർത്തി എന്നൊക്കെ പറയുന്നു ആ ദൃശ്യങ്ങളെല്ലാം. ആ സംഭവങ്ങളെല്ലാം അതാരാണ് വീക്ഷിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ആരാണ് വീക്ഷിച്ച് എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. ഇപ്പോൾ നമ്മൾ പല സംഭവങ്ങളും കേൾക്കാറുണ്ട്. വേടൻ, രാഹുൽ മാങ്കൂട്ടം, അങ്ങനെ ഇതുപോലെ ഈ ദിലീപിനെതിരെയും ഇത് കെണിയാണോ? പുരുഷന്മാരായവർക്ക് കൂടുതലും സംശയം. ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, ഒരു അപകടം ഉണ്ടായപ്പോലും സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ അടുക്കുമെന്ന് പോലും തോന്നുന്നില്ല. അവിടെ കിടന്ന വല്ല ചാവാണ്ട് ചാനൊക്കെ പറ്റുള്ളൂ. കാരണം പേടിയാണ്. പിന്നെ തൊട്ടു പിടിച്ചു എന്തെല്ലാം പലരും പറയണതാണ് കേട്ടോ. കാരണം സ്ത്രീകളായിട്ട് മിണ്ടാൻ പേടി, നോക്കാൻ പേടി, ചിരിക്കാൻ പേടി. ദിലീപ് എന്നത് ഒരു അതുല്യ കലാകാരൻ തന്നെയാണ്. അദ്ദേഹം സൂപ്പർ സ്റ്റാർ പദവിയിലുള്ള ഒരു താരം തന്നെയാണ്. ജനപ്രിയ നായകൻ എന്നാണ് അറിയപ്പെടുന്നതും. കാരണം അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഈ ഭിന്നശേഷിക്കാരനായി അഭിനയിച്ച ഇത്രയും അധികം സിനിമകളിൽ ഇത്രയധികം അതുപോലത്തെ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്ത ഒരു നടൻ ഈ ദിലീപാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അദ്ദേഹം ചാരിറ്റി അറിയപ്പെടാതെ ചെയ്യുന്ന ഒരാൾ തന്നെയാണെന്ന് തോന്നുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, അംഗവൈകല്യം വന്ന ഒരു കുഞ്ഞിനെ മാതാപിതാക്കൾ ചവറ്റുകുട്ടയിൽ ഉപേക്ഷിച്ചിട്ട് കരച്ചിൽ കേട്ടുന്ന ഒരു സ്ത്രീ ആ കുഞ്ഞിനെ എടുത്ത് വളർത്തി സ്വന്തം മകളെ പോലെ. വീൽ ചെയറിലാണ് ആ കുട്ടി. എന്നിട്ട് അവർക്ക് വീടൊന്നുമില്ല. ദിലീപാണ് അവർക്ക് വീട് വെച്ച് കൊടുത്തത്. അതുപോലെ നമ്മുടെ കാഞ്ചനമാല മൊയ്തീൻ്റെ ആ സിനിമ വന്നിടയ്ക്ക് കാഞ്ചനമാലയ്ക്ക് അദ്ദേഹം ധനസഹായം ചെയ്തത് ഈ ദിലീപാണ്. ആ അമ്മയും മകളെയും സഹായിച്ച് അവർക്ക് വീട് വെച്ച് കൊടുത്തു എന്നുള്ള അവരുടെ ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ് അറിയണം മിക്കവരും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കേസ് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവമേ, ഇതുപോലെ സഹായങ്ങൾ ചെയ്യാൻ അദ്ദേഹം പുറത്തു തന്നെ ഉണ്ടാകട്ടെ, ശിക്ഷിക്കപ്പെടാതെ ഇരിക്കട്ടെ എന്ന് തന്നെയാണ് മനസ്സിലോർത്ത്. കുറച്ച് ദിവസമെങ്കിൽ അത്രയും ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ച ആൾ തന്നെയാണ് ദിലീപ്. ആണുങ്ങളല്ലേ, ചാബല്യങ്ങൾ സ്വാഭാവികം, അത് ദിലീപിനുണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതേ സ്ഥാനത്ത് എതിർകക്ഷിയായിട്ട് നിൽക്കുന്ന ഞാൻ എടുത്തു പറയാത്താണ്. അവരാർക്കും ഒരു നന്മയോ ഒന്നും ചാരിറ്റി ഒന്നും ഉപകാരം ചെയ്തായിട്ട് നമ്മളിതുവരെ എവിടെ കേട്ടിട്ടില്ലല്ലോ. ആ സ്ത്രീ ആദ്യം ജഡ്ജി ആണാണ്, തനിക്ക് എതിരെ പറയാമെന്ന് പേടിച്ചിട്ട് ആ ജഡ്ജിയെ പോലും മാറ്റി ഒരു വനിതാ ജഡ്ജിയെ നിയമിപ്പിച്ച ആളാണ്. അതിലും പീഡിതരായി എത്രയോ നാൾ നീതി കിട്ടാതെ നടന്ന സ്ത്രീകളുണ്ട് നമ്മുടെ ഇവിടെ. അവർക്ക് പോലും അങ്ങനെ ഒരു ഔദാര്യം ചെയ്തു കൊടുത്തിട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും ഇതെല്ലാം ആസൂത്രിതമായി ഈ നടനെതിരെ വല്ല കെട്ടിച്ചമച്ചാണോ എന്നൊക്കെ. കാരണം ഇദ്ദേഹത്തിൻ്റെ കരിയർ തകർക്കാനായിട്ട്, ഇദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ സിനിമാ ജീവിതം തകർന്നു എന്ന് തന്നെ പറയാം. ഇദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ അസൂയപ്പെട്ട ആരെങ്കിലും ചെയ്തതായിരിക്കുമോ? ഇതാണ് പറയണത്. ഈ പ്രൊഡ്യൂസറുടെ ചെലവിൽ തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കാതിരിക്കണം എന്നൊക്കെ. ഒരുപക്ഷെ ഈ നടി സ്വന്തം വാഹനത്തിൽ തന്നെ യാത്ര ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതുപോലെ സംഭവിക്കില്ലായിരുന്നിരിക്കാം എന്ന് തോന്നുന്നു. കൊട്ടേഷൻ എടുത്ത് ക്രിമിനൽ സ്വഭാവം പുറത്തുവിട്ട ആ പ്രതികൾ പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അവർക്ക് ഒരാളുടെ പേര് വെറുതെ ആരോപിച്ചാലും മതിയല്ലോ. പക്ഷേ എതിർഭാഗത്തുള്ള ആക്രമിക്കപ്പെട്ട അവർ ഇതിൻ്റെ പിന്നിൽ ഇന്ന ആളാണ് എന്നുള്ള പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് മൊത്തത്തിലൊരു ദുരൂഹത തോന്നുന്നത്. ദിലീപിനെ കുറിച്ച് പൊതുവെ ഒരു അരക്കീസാണ് എന്ന് പറയണ കേട്ടിട്ടുണ്ട്. ചില പ്രൊഡ്യൂസർമാരെ അഭിമുഖങ്ങളിലൊക്കെ പൈസയുടെ കാര്യത്തിൽ വളരെ പിശുക്കനാണെന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ കോടികൾ മുടക്കി ഇതുപോലെ ഗൂഢാലോചന നടത്തി അവരെ പ്രതികൾക്ക് പൈസയൊക്കെ കൊടുത്ത് ഇതുപോലെ ചെയ്യിപ്പിക്കുമോ എന്നുള്ളതാണ് നമുക്കൊരു ചോദ്യചിഹ്നം. ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ആ പ്രതികൾ ചെയ്തതിനേക്കാളും കൂടുതൽ ശിക്ഷാകരം ദിലീപ് ചെയ്തതാണെന്നുള്ള ആരോപണങ്ങളിലാണ് മിക്ക മാധ്യമങ്ങളും ഉറച്ചു നിന്നത്. സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന ആദ്യം ഈ നടിക്ക് അനുകൂലമായി നിന്ന മിക്കവരും കൂറുമാറിയിരുന്നു ഈ സംഭവത്തിൽ. ഈ കേസിൽ കൂടുതൽ പേരും ദിലീപ് എന്ന നടന് അനുകൂലമായിട്ടാണെന്നാണ് വക്കീലിൻ്റെ അഭിമുഖങ്ങളിൽ കണ്ടത്. കൂറുമാറാതെ നിന്നത് ഈ കക്ഷി അന്ന് ആക്രമിക്കപ്പെട്ട രാത്രി ഓടിക്കേറി എന്ന് പറയുന്ന ആ ഭവനത്തിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട അയാളും
അദ്ദേഹത്തിൻ്റെ കുടുംബവും മാത്രമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം തകർക്കാൻ മറ്റാരെങ്കിലും പൈസ മുടക്കി ഇതുപോലെ ചെയ്യിച്ചാണോ? വമ്പൻ സ്രാവുകൾ ഇതിൻ്റെ പുറകിൽ ഉണ്ടാകുമോ?